ലോർഡ്. ദൈവം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ വലിയ കൃപയാൽ നമുക്ക് വീണ്ടും ഒരു അവസരം കൂടി കർത്താവ് തന്നു. ദൈവവചനം കേൾക്കുന്നത് എത്ര ആനന്ദപ്രദമാണ്. ഇരമ്യാവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇരമ്യാവ് 15:16 ഇരമ്യാവ് പറയുന്നത്, ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു, അതെനിക്കെന്താണ്, അതെൻ്റെ ഹൃദയത്തിൽ വലിയ ആനന്ദമായി. ദൈവവചനം കേൾക്കുന്നത് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ആനന്ദമാണ്. ദൈവസന്നിധി എന്ന് പറയുന്നത് തന്നെ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ടെന്നാണ് 16-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൽ വായിക്കുന്നത്. അപ്പോൾ ഇന്ന് വീണ്ടും ഒരിക്കൽ കൂടി ഈ ജീവന്റെ വചനവുമായി നമുക്ക് സന്ധിക്കുവാൻ കർത്താവ് സഹായിച്ചല്ലോ. നമ്മുടെ സമയം വിലപ്പെട്ടതാണ്. ഒട്ടും സമയം കളയാതെ തന്നെ നമ്മൾ വിഷയത്തിലേക്ക് വീണ്ടും പ്രവേശിക്കുക. അപ്പോൾ നമ്മൾ ഇന്നലെ കണ്ടത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, സകലവും പുതുതായി തീർന്നു. അപ്പോൾ സകലവും പുതുതായി തീർന്നെങ്കിൽ ഈ പുതുസൃഷ്ടിയായി തീർന്ന ഈ വീണ്ടും ജനിച്ച രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിൽ എന്തൊക്കെയാണ് പുതിയത് എന്നുള്ളതാണ് ഞാൻ ഇന്ന് പറയാമെന്ന് പറഞ്ഞ് നിർത്തിയത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, പലരും അത് കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവും. വളരെ നമുക്ക് പ്രാർത്ഥനയോടെ ആ പുതിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാം. യഥാർത്ഥ രക്ഷിക്കപ്പെട്ടൊരു വ്യക്തിയിൽ ഈ പുതിയ 7 കാര്യങ്ങളും ഉണ്ട്. അങ്ങനെയെങ്കിൽ മാത്രമേ അവർക്ക് ഒരു പുതിയ സൃഷ്ടിയായിട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതം നയിക്കാൻ പറ്റൂ. അപ്പോൾ രക്ഷിക്കപ്പെട്ട് നമ്മൾ കർത്താവിനെ സ്വീകരിച്ചതിലൂടെയാണ് അവൻ യഥാർത്ഥത്തിൽ ഒരു പുതിയ സൃഷ്ടിയായി മാറി. അപ്പോൾ ഈ പുതിയ സൃഷ്ടിക്ക് ലഭിച്ച 7 കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. അതിലൊന്നാമത്തെ കാര്യം, നമുക്ക് ജീവൻ ലഭിച്ചു എന്നുള്ളതാണ്. കർത്താവ് പറഞ്ഞല്ലോ, ഞാൻ അവർക്ക് ജീവൻ ഉണ്ടാകുവാനും ധാരാളമായിട്ടുണ്ടാകുവാനും ഞാൻ വന്നു. യോഹന്നാൻ 10-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം നമ്മൾ ചിന്തിക്കണം. അപ്പോൾ നമ്മൾ യഥാർത്ഥ ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നമ്മൾ അറിയണം. ജീവൻ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ ജീവനെക്കുറിച്ചാണ്. ഈ ദൈവത്തിൻ്റെ ജീവൻ നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ് വീണ്ടും ജനിച്ച ഒരു ദൈവത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. ജീവൻ ഒന്നേ ഉള്ളൂ. അതുകൊണ്ടല്ലേ കർത്താവ് യോഹന്നാൻ 14:6 പറഞ്ഞത്, വഴിയും സത്യവും ജീവനും ഞാൻ തന്നെ. അപ്പോൾ ജീവൻ എന്നുള്ളത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ബാക്കി നമ്മൾ ഈ കാണുന്നതൊന്നും ജീവൻ എന്ന അർത്ഥത്തിൽ എണ്ണുവാൻ പറ്റിയല്ല. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ നടക്കുന്ന ശവങ്ങളെയാണ് കാണുന്നത്. അതൊന്നും ജീവനല്ല. ആക്ച്വലി ജീവൻ വേണമെങ്കിൽ നമ്മളിൽ ക്രിസ്തു ഉണ്ടായിരിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. നമ്മൾ 1 യോഹന്നാൻ 5-ാം അധ്യായം 12-ാം വാക്യത്തിൽ വായിക്കുന്നത്. 1 യോഹന്നാൻ 5:12, പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രനില്ലാത്തവന് ജീവനില്ല. എത്ര ഭയങ്കരമായ വാക്യമാണ്. നമ്മൾ ചിന്തിക്കണം. പുത്രനുള്ളവന് ജീവനുണ്ടെന്നാണ് പറഞ്ഞത്. ദൈവപുത്രനില്ലാത്തവന് ജീവൻ ഇല്ല. നിങ്ങൾ ചിന്തിക്കുക പ്രിയമുള്ളവരെ, ഈ ജീവൻ എന്നുള്ളത് നിത്യജീവനാണ്. എന്ന് വെച്ചാൽ ആരംഭവും അവസാനവും ഇല്ലാത്തൊരു ജീവൻ. ആരംഭവും അവസാനവും ഇല്ലാത്തൊരു ജീവനാണ് വീണ്ടും ജനനത്തിലൂടെ നമുക്ക് ലഭിച്ചത്. ആ ജീവൻ എന്നുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവനാണ്, ദൈവിക ജീവനാണ്. അപ്പോൾ ക്രിസ്തു നമ്മുടെ ജീവനായി മാറുന്നു എന്നുള്ളതാണ് വീണ്ടും ജനിച്ച ഒരു വ്യക്തിയുടെ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. നമുക്കറിയാം, ഈ ജീവനില്ല. നമുക്കറിയാം എല്ലാത്തിൻ്റെയും സ്വഭാവം അവരുടെ ജീവനിലാണ്. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഈ ജീവനിലൂടെ നമ്മളിൽ ഉരുവാകുന്നത് ദൈവത്തിൻ്റെ യഥാർത്ഥമായ ആ സ്വഭാവ ഗുണങ്ങളാണ്. അത് മുന്നോട്ടുള്ള വാക്യത്തിൽ അതും ഒരു പുതിയ സ്വഭാവമായിട്ട് ഞാൻ എടുത്ത് പറയുന്നുണ്ട്. ആ സമയത്ത് അതിനെ ഒന്നുകൂടെ വിശദീകരിക്കാം. അപ്പോൾ ഇന്ന് ജീവനെ പ്രാപിച്ച നമ്മൾ ആ ജീവനിലൂടെ ജീവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അതിൻ്റെ വലിയ കാര്യം. ഇന്ന് അനേകരിലും ക്രിസ്തു വെളിപ്പെടാത്തതിന് കാരണം
അവർ ക്രിസ്തുവിനെ ജീവനായിട്ട് ആസ്വദിക്കുന്നില്ല, അനുഭവിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ വീണ്ടും ജനിച്ച ഒരു ദൈവപൈതൽ അവൻ ജീവിക്കേണ്ടത് ക്രിസ്തുവാകുന്ന ജീവനിലൂടെയാണ് എന്ന വചനം പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് കർത്താവ് വരുന്നത്. ഇതാണ് യഥാർത്ഥ രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതൽ അറിയേണ്ട ഒരു വലിയ സത്യം. ഇന്ന് അനേകർക്കും ഇത് മറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഒരു ചോദ്യം. ചിന്തിക്കുക. നമ്മൾ കൊളോസി ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ വായിക്കുന്നത്, കൊളോസി ലേഖനം 3-ാം അധ്യായം 4-ാം വാക്യം, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. അപ്പോൾ നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ, നമ്മുടെ ജീവനായ ക്രിസ്തു, അപ്പോൾ നമ്മുടെ ജീവൻ ആരാണ്? നമ്മുടെ ജീവൻ ക്രിസ്തുവാണ്. അപ്പോൾ കർത്താവിൻ്റെ വരവിൽ നമ്മൾ തേജസ്സിൽ കാണപ്പെടണമെങ്കിൽ ഇന്ന് ക്രിസ്തു നമ്മുടെ ജീവനായി വെളിപ്പെടുന്ന ഒരു ജീവിതം നാം നയിക്കണം. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇന്ന് അങ്ങനെ വെളിപ്പെടുത്തിയ ഒരു ജീവിതമാണോ നമ്മൾ നയിക്കുന്നതാണ് നമ്മൾ ഒന്നാമത് ചിന്തിക്കേണ്ടത്. അപ്പോൾ വീണ്ടും ജനിച്ചൊരു ദൈവപൈതലിൽ, കാരണം നമുക്ക് ലഭിച്ചത് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിൽ അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവ് നമ്മൾ ഓരോരുത്തരെയും സ്നേഹിച്ചു. നമുക്ക് ലഭിച്ചത് നിത്യജീവനാണ്. എന്ന് വെച്ചാൽ ദൈവിക ജീവൻ, എന്ന് വെച്ചാൽ ആരംഭവും അവസാനവും ഇല്ലാത്ത ജീവൻ. ആ ജീവൻ നമുക്ക് ലഭിച്ചേ. ആ ജീവനിലാണ് ഇന്ന് നാം ജീവിക്കേണ്ടത്. ഇന്ന് ഞാൻ ആ ജീവനിലാണോ ജീവിക്കുന്നതെന്നാണ് ഇന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഒന്നാമത്തെ പുതിയ കാര്യമാണ് ഈ നിത്യജീവൻ, അല്ലെങ്കിൽ ക്രിസ്തുവാകുന്ന ജീവൻ നമ്മുടെ സ്വന്തമായി തീർന്നു. ആ ജീവനിൽ ജീവിക്കുന്ന ഒരു ജീവിതമാണ് പുതു സൃഷ്ടിയായി തീർന്ന ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം. രക്ഷിക്കപ്പെടാത്തവരാരും ക്രിസ്ത്യാനിയല്ല. വിശുദ്ധന്മാരായി ജീവിക്കാത്തവരാരും ഒരു ക്രിസ്ത്യാനിയല്ല. നമ്മൾ ചിന്തിക്കണം. അപ്പം അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവരാരും ക്രിസ്ത്യാനിയല്ല. ഇത് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. അവിടുത്തെ ജീവൻ ഇന്ന് നമ്മുടെ ജീവനായി ഭവിക്കുന്നില്ല എങ്കിൽ അതിനെ ക്രിസ്ത്യ ജീവിതം എന്ന് വിളിക്കാൻ പറ്റിയല്ല. രണ്ടാമത്തെ കാര്യം, പുതുജീവിതം. എന്താണ് പറയുന്നത്? പുതുജീവിതം. അപ്പം അന്ന് വരെ ഉണ്ടായിരുന്ന ജീവിതം കഴിഞ്ഞു, ഒരു പുതുജീവിതമാണ്. നമുക്കറിയാം, നമ്മൾ റോമർ അതിൻ്റെ 6-ാം അധ്യായത്തിൽ 4-ാം വാക്യത്തിൽ വായിക്കുന്നത് ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന്, അതിൻ്റെ ബി പാർട്ട് അവസാന ഭാഗം, ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന്. അപ്പോൾ നമ്മുടെ പഴയ മനുഷ്യൻ കുഴിച്ചിടപ്പെട്ടു, പുതു മനുഷ്യനാണ് വെള്ളത്തിൽ നിന്ന് പുറത്തു വരുന്നത്. പിന്നീട് അവൻ ജീവിക്കുന്നത് ക്രിസ്തുവാകുന്ന ജീവനിലൂടെയാണ്. ജീവന്റെ പുതുക്കം എത്ര വലിയ കാര്യമാണ്, നമ്മൾ ചിന്തിച്ചേ. അപ്പോൾ നമുക്കത് പറയാനായിട്ട് കഴിയണം. പൗലോസ്ലീഹ ഒരിക്കൽ സഭയെ ഉപദ്രവിച്ചു. കർത്താവ് ചോദിച്ചത്, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്തെന്ന്. അപ്പോൾ യഥാർത്ഥത്തിൽ പൗലോസ്ലീഹ കർത്താവിനെ ഉപദ്രവിച്ചോ? എന്നാൽ കർത്താവ് പറഞ്ഞത്, എന്നെ നീ ഉപദ്രവിക്കുന്നത് എന്ത്? അപ്പോൾ സഭ ക്രിസ്തുവിന്റെ ശരീരമാണെന്നുള്ള ആ ഒരു വലിയ പ്രകാശനം ദൈവം തന്റെ ദാസന് കൊടുക്കുകയായിരുന്നു. നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ടാണ് നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ആ ശരീരത്തിന്റെ ഒരു അവയവമായി മാറുന്നു. നമ്മളോട് ആരെല്ലാം ഏതെല്ലാം രീതിയിൽ ഇടപെട്ടാലും അത് കർത്താവിനോട് ഇടപെടുന്നതിന് തുല്യമാണ്. ഈ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ ജീവിതം ഒരു ജീവന്റെ പുതുക്കം. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ആ ജീവിതം അവസാനിച്ചു, അത് മാറി. പൗലോസ്ലീഹ എത്ര ധൈര്യമായിട്ടാണ് പറയുന്നത് ഫിലിപ്പിയർ 1:21, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. അപ്പോൾ എനിക്ക് ഈ ജീവിക്കുന്നത് ക്രിസ്തുവാണ്. അപ്പോൾ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ക്രിസ്തുവിന് ജീവിക്കുക എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ ലക്ഷ്യം അങ്ങനെയാണോ? എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു. കാരണം ക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ എൻ്റെ പഴയ മനുഷ്യൻ തീർന്നു. നമ്മുടെ പാപങ്ങൾ മാത്രമല്ല കർത്താവ് ക്രൂശിൽ വഹിച്ചത്, നമ്മുടെ പഴയ മനുഷ്യനെയും ആ ക്രൂശിൽ തീർത്തു എന്നാണ് റോമർ 6:6 വായിക്കുന്നത്. ദൈവമക്കളെ, ഇന്ന് നമുക്ക് ധൈര്യമായിട്ട് പൗലോസ്ലീഹ ഗലാത്യർ 2:20 എന്താ പറഞ്ഞേ? ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇന്ന് ഞാനല്ല ക്രിസ്തു അത്രയും എന്നെ ജീവിക്കുന്നു. നോക്കുക, അങ്ങനെ ഒരു ജീവിതം
എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു തന്ന ആ കർത്താവായ യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്തിൽ ഇന്ന് ഞാൻ ക്രിസ്തുവിന് ജീവിക്കുന്നില്ല എങ്കിൽ അവനൊരു പുതുസൃഷ്ടിയായി തീർന്നു എന്ന് പറയുന്നതിനകത്ത് യാതൊരു സത്യം ഉണ്ടായില്ല. നമ്മുടെ ജീവിതം ഈ വചനങ്ങളുടെ മുമ്പിൽ, ഈ വചനമെന്ന കണ്ണാടിയുടെ മുമ്പിൽ എപ്രകാരമുണ്ടെന്ന് എന്നെ കേൾക്കുന്ന ഓരോരുത്തരും അത് ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഇത് വളരെ ഗൗരവമായി നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊക്കെ നമുക്ക് ദൈവത്തിന്റെ ആത്മസഹായത്തിൽ മാത്രമേ ഈ സത്യം വെളിപ്പെട്ട് കിട്ടൂ. ഈ നശിച്ചു പോകുന്ന മണ്ണാങ്കട്ടയ്ക്ക് പിന്നാലെ ഓടി ജീവിതം നശിപ്പിക്കാതെ നിത്യതയുടെ കാഴ്ചപ്പാട് പ്രാപിക്കുന്നില്ല എങ്കിൽ ദൈവമുള്ളവരെ, നമ്മുടെ ഈ ചെറിയൊരു ആയുസ് പെട്ടെന്ന് കഴിഞ്ഞു പോകും. പിന്നീട് നമുക്കൊരു അവസരമില്ല. അപ്പം ലഭിച്ച സമയം നമ്മൾ നഷ്ടമാക്കിയാൽ പിന്നീട് നമുക്കത് തീരെ നഷ്ടമായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു പുതിയ ജീവിതം, അപ്പോൾ പുതിയ ജീവൻ, പുതിയ ജീവിതം. മൂന്നാമത് നമ്മൾ വായിക്കുന്നത് പുതിയ ഹൃദയം. നമ്മൾ എഹെസ്കേൽ 36:26 വായിക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരുമെന്ന്. പുതിയൊരു ഹൃദയം, കല്ലായുള്ള ഹൃദയം മാറ്റി മാംസളമായൊരു ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും. വീണ്ടും ജനിക്കുമ്പോൾ ഭാവത്താൽ കഠിനമായ ആ ഹൃദയത്തെ മാറ്റി കർത്താവ് നമ്മളെ എന്ത് ചെയ്യുന്നു? മാംസളമായ ഒരു ഹൃദയം നമുക്ക് തരികയാണ്. നോക്കണമേ, നമ്മുടെ ഹൃദയത്തിലാണ് എല്ലാ അഴുക്കും വന്ന് കൂടുന്നത്. അതുകൊണ്ടാണ് സദൃശവാക്യം 4:21 പറയുന്നത്, എല്ലാറ്റിലും അധികം ഹൃദയത്തെ നമ്മൾ കാക്കണം, സൂക്ഷിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കൺട്രോൾ കേന്ദ്രവും നമ്മുടെ ഹൃദയമാണ്. അപ്പൊ ആ ഹൃദയത്തിൽ നമ്മൾ ഒരിക്കലും ഈ ലോകത്തിന്റെ മാലിന്യം വന്ന് അടിഞ്ഞുകൂടുവാൻ സമ്മതിക്കരുത്. ആ പുതിയ ഹൃദയത്തിൽ ദൈവവചനത്താൽ നിറയ്ക്കണം. ഈ വചനമെന്ന ഈ വചനം അത് നമ്മുടെ ഹൃദയത്തിൽ എഴുതപ്പെടണം. നമുക്കറിയാം 119 സങ്കീർത്തനം 11 വാക്യത്തിൽ വായിക്കുന്നത്, ഞാൻ നിനക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. കണ്ടോ, എന്നെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. നമ്മൾ കൊളോസ്യർ 3:16 വായിക്കുന്നുണ്ട്, ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കട്ടെ. ഈ ഹൃദയത്തിൽ, രക്ഷിക്കപ്പെട്ടവന്റെ ഹൃദയത്തിൽ ഈ ലോകത്തിന്റെ മാലിന്യങ്ങളോ ലോകത്തിന്റെ കഥകളോ കഹാനിയൊന്നുമല്ല, ദൈവത്തിന്റെ വചനമാണ് അവന്റെ ഹൃദയത്തെ വസിക്കുന്നത്. അതാണ് വസിക്കേണ്ടത്. അങ്ങനെ എഴുതപ്പെട്ട ഒരു ഹൃദയം നമുക്കുണ്ടായിരിക്കണം. അങ്ങനെ എഴുതപ്പെടാൻ തക്കവണ്ണമാണ് നമ്മളെ ദൈവം ആക്കി തീർക്കുന്നത്. ആ മാംസളമായ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് തന്റെ വചനം എഴുതുകയാണ്. കേൾക്കുന്ന വചനങ്ങൾ എഴുതപ്പെടുന്ന ഒരു അനുഭവം നിങ്ങൾക്കുണ്ടോ? അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 3:3 വായിക്കുന്നത്, നിങ്ങൾ ക്രിസ്തുവിന്റെ പത്രം. അത് കൽപ്പലകയിലല്ല, മാംസപ്പലകയിൽ എഴുതിയിരിക്കുക. നമ്മൾ ചിന്തിക്കണം, ഇന്ന് അങ്ങനെ ദൈവത്തിന്റെ വചനം എഴുതപ്പെട്ട ഒരു ഹൃദയം എനിക്കുണ്ടോ? ദൈവം നമുക്ക് തന്ന പുതിയ ഹൃദയം അത് ദൈവവചനത്താൽ നിറയ്ക്കാൻ വേണ്ടിയിട്ട് നൽകിയതാണ്. മറ്റുള്ളതിലൊന്നും നമ്മൾ സ്ഥാനം കൊടുക്കാൻ പാടില്ല. അവിടെയെല്ലാം ജീവനാണ് വസിക്കുന്നേ. ദൈവത്തിന്റെ ആ വചനം നമ്മളിൽ ധാരാളമായിട്ട് വസിക്കണം. അപ്പൊ ആ ഹൃദയത്തിലാണ് യേശുവിനെ കർത്താവായിട്ട് വിശുദ്ധീകരിക്കാൻ കഴിയുന്നത്. നമ്മൾ മലയാളത്തിൽ 1 പത്രോസ് 3:14 ലാസ്റ്റ് ഭാഗത്ത് വായിക്കുന്നത്, യേശുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ വിശുദ്ധീകരിപ്പിക്കുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഹൃദയത്തിൽ കർത്താവിനെ വിശുദ്ധീകരിക്കാൻ പറ്റൂ. കാരണം അവിടെ ഹൃദയത്തിൽ കളങ്കമില്ല. ദൈവവചനത്താൽ നിറയപ്പെട്ട ഹൃദയം ദൈവത്തിന് എന്ത് സന്തോഷമാണ്. 4ാമത്തെ കാര്യം പുതിയ മനസ്സ് എന്നുള്ളതാണ്. പുതിയ മനസ്സ് നമ്മൾ 1 കൊരിന്ത്യർ 2:16 അവസാന ഭാഗത്ത് വായിക്കുന്നത്, നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ. അപ്പൊ നമ്മൾ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായിരിക്കണം. എത്ര വിലപ്പെട്ട കാര്യമാണ്. കരുണയുള്ള, ദയയുള്ള, സ്നേഹം നിറഞ്ഞ ഒരു മനസ്സായിരിക്കണം നമുക്കുള്ളത്. ഇന്ന് നമുക്കുള്ള മനസ്സ് എങ്ങനെയുള്ളതാണ്? മറ്റുള്ളവരെ കാണുമ്പോൾ നമുക്ക് അനുകമ്പ തോന്നാറുണ്ടോ? കരുണ തോന്നാറുണ്ടോ? ദയ തോന്നാറുണ്ടോ? കർത്താവ് മനസ്സറിഞ്ഞതുപോലെ നമുക്ക് മനസ്സറിയാൻ കഴിയുന്നുണ്ടോ? പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു മനസ്സാണ്, ഒരു പുതിയ മനസ്സാണ്, ക്രിസ്തുവിന്റെ മനസ്സാണ്
ദൈവം വീണ്ടും ജനനത്തിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നതെന്ന വചനം പറയുന്നത്. അത് തന്നെ നമ്മൾ പ്രാപിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണ്ടേ. അടുത്ത 5-ാമത്തെ കാര്യം, പുതിയൊരു ആത്മാവ്. അവിടെ യെഹെസ്കേൽ പ്രവചനം 36:26-27 ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ആത്മാവിനെ തരും, എന്നിട്ട് എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേ കാര്യം തന്നെ യെഹെസ്കേൽ മറ്റൊരു സ്ഥലത്ത് അതിൻ്റെ 18-ാം അധ്യായം, അതിൻ്റെ യെഹെസ്കേൽ 18-ന്റെ 31-ാം വാക്യം ഒന്നുകൂടെ ഞാൻ അതൊന്ന് വായിക്കാം. നിങ്ങൾക്ക് നിങ്ങൾക്ക് പുതിയൊരു ഹൃദയത്തെയും പുതിയൊരു ആത്മാവിനെയും സമ്പാദിച്ചു കൊള്ളുവീൻ. ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ എന്തിനു മരിക്കുന്നു? നിങ്ങൾ എന്ത് ചെയ്യുക? അപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയത്തെയും പുതിയൊരു ആത്മാവിനെയും സമ്പാദിച്ചു കൊള്ളുവീൻ. അത് വഴിതെറ്റിപ്പോകുന്ന ജനത്തോട് കർത്താവ് പറയുന്നൊരു കാര്യമാണ്. എന്നാൽ 36-ന്റെ പറയുന്നത് ഞാൻ നിങ്ങൾക്ക് തരും. അത് വീണ്ടും ജനനത്തോടുള്ള ബന്ധത്തിലാണ് ആക്ച്വലി അത് പറഞ്ഞിരിക്കുന്നത്. ആ വാക്യം നമ്മൾ അനേക പ്രാവശ്യം വായിച്ചതായതുകൊണ്ടാണ് ഞാൻ വായിക്കാൻ ചെയ്തത്. ഒരിക്കലും വായിക്കാം. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും, നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. അതാണ് വീണ്ടും ജനനത്തിലൂടെ നാം വീണ്ടും ജനിക്കുന്നത് തന്നെ ദൈവത്തിന്റെ ആത്മാവില. ഈ ആത്മാവിനെ ദൈവം നമ്മുടെ ഉള്ളിലാക്കിയിരിക്കുക. എത്ര വലിയ കാര്യമാണ് പുതിയൊരു ആത്മാവ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യം, ഈ ആത്മാവില്ല എങ്കിൽ നമുക്കൊരിക്കലും ആത്മീയ ജീവൻ നയിക്കാൻ പറ്റില്ല. അതുകൊണ്ടല്ലേ നമ്മൾ റോമർ 8:9 വായിക്കുന്ന അവസാന ഭാഗത്ത്, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. അപ്പോൾ ഞാൻ ക്രിസ്തുവിന്റെ ആത്മാവിനുള്ളവനായി തീർന്നിരിക്കുന്നു, പുതിയൊരു ആത്മാവുള്ളവനായി തീർന്നു. അപ്പൊ അതിനു മുൻപ് എനിക്ക് തോന്നുന്നത് അനേക ലഗ്യോന്മാരായിരിക്കും നമ്മളെ നയിച്ചത്. ദൈവവുമായിട്ടൊരു ബന്ധമില്ലാതെ, ദൈവത്തിന്റെ വചനത്തോടോ ഒരു വിശുദ്ധ ജീവിതത്തോടോ ആഗ്രഹമില്ലാതെ ജീവിച്ച ഒരു കാലഘട്ടം. നമ്മൾ ചിന്തിക്കണം ദൈവമക്കളെ, ദൈവം നമുക്ക് വേണ്ടി ചെയ്തത് എത്ര വലിയ കാര്യമാണ്. 6-ാമത്തെ കാര്യം, അവൻ പുതിയ മനുഷ്യനായി എന്നുള്ളതാണ്. പുതിയ മനുഷ്യൻ. അപ്പം നമ്മൾ 5 കാര്യം കണ്ടത്: പുതിയ ജീവൻ, പുതിയ ജീവിതം, പുതിയ ഹൃദയം, പുതിയ മനസ്സ്, പുതിയ ആത്മാവ്. 6-ാമത്തെ കാര്യം, പുതിയ മനുഷ്യൻ. നമ്മൾ ക്രിസ്തുവിനായി തീർന്നപ്പോൾ നമ്മൾ പുതു മനുഷ്യനായി തീർന്നു. പുതു മനുഷ്യൻ എന്നുള്ളത് ആക്ച്വലി ക്രിസ്തുവാണ്. അപ്പം ക്രിസ്തുവിൻ്റെതായ ഭാഗമായി തന്നെ നമ്മൾ ആയിത്തീർന്നിരിക്കുന്നു എന്നുള്ള വലിയൊരു യാഥാർത്ഥ്യമല്ലേ ദൈവാത്മാവിടെ വെളിപ്പെടുത്തുന്നേ. രക്ഷിക്കപ്പെട്ട എല്ലാവരിലും ഞാൻ ആ കാര്യം ഞാൻ ഇന്നലത്തെ ക്ലാസ്സിലും അല്പമായിട്ട് ഞാൻ നിങ്ങളെ ഓർപ്പിച്ചിരുന്നു. നമ്മളത് വളരെ ഗഹനമായിട്ട്, രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിന് ഈ ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ മാത്രമേ ഒരു ഐക്യതയുള്ള ജീവിതം നയിക്കാൻ കഴിയൂ. ഇവിടെ വായിക്കുന്നത്, അതിൽ യവനനും യഹൂദനുമെന്നില്ല, പരിച്ഛേദനയും അഗ്രചർമ്മമെന്നില്ല, ബർബരൻ, ശകൻ, ദാസൻ, സ്വതന്ത്രൻ എന്നുമില്ല, ക്രിസ്തുവത്രേ എല്ലാവരിലും എല്ലാമാകുന്നു. ക്രിസ്തുവത്രേ എല്ലാവരിലും എല്ലാമാകുന്നു. നമ്മൾ ചിന്തിക്കണം. അപ്പൊ എല്ലാവരിലും ക്രിസ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇവിടെ വായിക്കുന്നത് എന്താണ്? പുതുമനുഷ്യൻ. പുതുമനുഷ്യൻ എന്നുള്ളത് ആ ക്രിസ്തുവിനെ പ്രതിബിംബിക്കുന്ന ഒരു ജീവിതം എന്നുള്ളതാണ്. അതിന്റെ അതേ കാര്യം തന്നെയാണ് നമ്മൾ എഫേസ്യർ 4:24 സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ എന്ന് അവിടെ പറയുന്നത്. ഈ പുതുമനുഷ്യനെ ധരിക്കുക എന്ന് പറയുന്നത് ആരെ ധരിക്കുന്ന കാര്യമാണ്? കർത്താവായ യേശു ക്രിസ്തുവിനെ. അപ്പോൾ ഒരു പുതു സൃഷ്ടി അവൻ ധരിച്ചിരിക്കുന്നത് ക്രിസ്തുവിനെയാണ്. അപ്പോൾ ഒരു പോലീസിന്റെ യൂണിഫോം ധരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ പോലീസായിട്ട് കാണുന്നു. എങ്ങനെയാ പെട്ടെന്ന് മനസ്സിലായത്? അദ്ദേഹം ധരിച്ചിരിക്കുന്ന യൂണിഫോമിലൂടെയാണ്. ഇതുപോലെ വീണ്ടും ജനിച്ച ഒരു ദൈവത്തിന്റെ പൈതൽ എപ്പോഴും ധരിച്ചിരിക്കുന്നത് ക്രിസ്തുവിനെയാണ്. അവനെ കാണുമ്പോഴേ ജനങ്ങൾ പറയും, അതാ ക്രിസ്ത്യാനി പോകുന്നു, അവനൊരു ക്രിസ്ത്യാനിയാണെന്ന് പറയും.
നിങ്ങളെ കണ്ടിട്ട് ആരെങ്കിലും എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? മറ്റുള്ളവർക്ക് അങ്ങനെ നമ്മളെ കാണുമ്പോൾ ആ ഒരു അനുഭവം ഉണ്ടാകുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അതെ, തിരുവചനം പറയുന്നത് അങ്ങനെയാണ്. അവർ പുതിയ മനുഷ്യനെയാണ് ധരിച്ചിരിക്കുന്നത്, എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ. ഏഴാമത്തെ കാര്യം പുതിയ സ്വഭാവം എന്നുള്ളതാണ്. അപ്പോൾ പഴയ സ്വഭാവം നമ്മളെ വിട്ട് മാറി നമ്മൾ പുതിയ സ്വഭാവത്തിൻ്റെ ഭാഗങ്ങളായിട്ട് മാറി. നാം എല്ലാവരും പുതിയ സ്വഭാവമുള്ളവരായി മാറി. അത് നമ്മൾ വളരെ ഗഹനമായിട്ട് പഠിക്കേണ്ടതാണ് പ്രിയമുള്ളവരെ. വീണ്ടും ജനിച്ച് നമ്മളെല്ലാവരും അവിടെ വായിക്കുന്നത്, അവൻ വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീർന്നിരിക്കുന്നു. എത്ര വലിയ കാര്യമാണ്! നമ്മൾ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീർന്നു. നമുക്ക് എന്നുള്ളത് ദൈവത്തിന്റെ സ്വഭാവമാണ്. കർത്താവായ യേശുക്രിസ്തുവിനുള്ള അതേ സ്വഭാവം തന്നെയാണ് തന്നെ അനുഗമിക്കുന്ന ശിഷ്യന്മാരിലും ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മളത് ആ കാര്യം ഫിലിപ്പർ 2:5 നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഫിലിപ്പർ 2:5 എന്താ പറയുന്നത്? ക്രിസ്തുവേശിയിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവേശുവിലുള്ള അതേ സ്വഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കണം. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ 7 പുതിയ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കണ്ടു. 1 പുതിയ ജീവൻ, 2 പുതിയ ജീവിതം, 3 പുതിയ ഹൃദയം, 4 പുതിയ മനസ്സ്, 5 പുതിയ ആത്മാവ്, 6 പുതിയ മനുഷ്യൻ, 7 പുതിയ സ്വഭാവം. കണ്ടോ? എത്ര വിലപ്പെട്ട കാര്യമാണ്. അപ്പം ഈ പുതിയ സ്വഭാവം എന്ന് പറഞ്ഞാൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ആത്മാവിന്റെ ഫലമാണ്. ഈ പുതിയ സ്വഭാവം ആത്മാവിന്റെ ഫലമാണ്. ആത്മാവിന്റെ ഫലം നിങ്ങൾക്ക് അറിയാലോ. ആത്മാവിന്റെ ഫലമോ സ്നേഹം. ആത്മാവിന്റെ ഫലം സ്നേഹം എന്നാൽ അതിനകത്ത് ഉള്ള ഗുണങ്ങളാണ് ബാക്കി 8 കാര്യം. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. അപ്പോൾ സ്നേഹത്തിൽ ഈ 8 കാര്യങ്ങളുമുണ്ട്. സ്നേഹം ഇതിനകത്ത് ഈ 8 ഫലവും അതിനകത്തെ ഓരോ ഘടകങ്ങളാണ്. അത് മനസ്സിലാക്കണം. സ്നേഹമുണ്ടെങ്കിൽ എല്ലാം ഉണ്ട്, സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. അതുകൊണ്ട് പിന്നെ നമ്മുടെ പുതിയ സ്വഭാവം എന്നുള്ളത് സ്നേഹമാണ്. അതാണ് അതിന്റെ ഫലം, സ്നേഹം. നമുക്കറിയാം, ഒരു രക്ഷിക്കപ്പെട്ട ഒരു ദൈവവചനത്തിൽ ദിനംതോറും കാണപ്പെടേണ്ട വളരെ പ്രാധാന്യമുള്ള 8 കാര്യങ്ങളെക്കുറിച്ച് പത്രോസ്ലീഹ തന്റെ 2-ാം ലേഖനം 1-ാം അധ്യായം അതിന്റെ 5 മുതൽ 7 വാക്യത്തിൽ പറയുന്നുണ്ട്. അപ്പം ഈ കാര്യങ്ങൾ ഇവിടെ 8 നില കെട്ടിടത്തിന്റെ മേൽക്കൂരയാണ് സ്നേഹമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉണ്ടോ? ഒരു 8 നില കെട്ടിടത്തിന്റെ മേൽക്കൂര സ്നേഹമായിട്ടാണ് ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. ഞാനൊന്ന് പെട്ടെന്ന് വായിച്ചു വിടാം, സമയം നമുക്ക് പോകുന്നല്ലോ. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സവവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുകയും. ഉണ്ടോ? അപ്പൊ ഏറ്റവും അവസാനം എന്താണ്? സ്നേഹം. അതിന്റെ മേൽക്കൂര സ്നേഹം. അതെല്ലാം ഇത് നമുക്ക് ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഉണ്ടായിരിക്കണമെന്നാണ്. ഇത് വല്ലപ്പോഴും കാണേണ്ട കാര്യമല്ല. നോക്കുക, അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന 8 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? എല്ലാറ്റിനും മീതെ സ്നേഹം. അതുകൊണ്ട് സ്നേഹത്തിന്റെ ആ അവസ്ഥ, അതിന്റെ ആ ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ കൊളോസ്യർ 3:14 വായിക്കുമ്പോൾ എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പിൻ. എല്ലാറ്റിനും മീതെ സമ്പൂർണത ബന്ധമായ സ്നേഹം ധരിപ്പിൻ. സ്നേഹം ധരിക്കാന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ. നമ്മൾ പിന്നെ റോമാലേഖനത്തിൽ പ്രത്യേകം എടുത്ത് വായിക്കുന്നുണ്ട്. റോമർ അതിന്റെ 13-ാം വാക്യം വായിക്കുമ്പോൾ, റോമർ 13:14 കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചു കൊള്ളുവിൻ, മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ. നോക്കുക, അപ്പം ദൈവമക്കളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം
സ്നേഹിക്കുക എന്നുള്ളതാ. നമ്മൾ റോമർ 13:8 വായിക്കുന്നുണ്ട്, അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടപ്പെട്ടിരിക്കരുത്. അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടപ്പെട്ടിരിക്കരുത്. അപ്പോൾ നമുക്കൊരു കടമുണ്ടെങ്കിൽ അത് സ്നേഹിക്കാനുള്ള കടമ. നമ്മൾ എത്ര സ്നേഹിച്ചാലും ഞാൻ അവനെ അധികം സ്നേഹിച്ചെന്ന് പറയാൻ പറ്റിയില്ല. അതിനേക്കാളും സ്നേഹിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. മാത്രമല്ല, ഒരു ശിഷ്യന്റെ ഏറ്റവും വലിയ അടയാളം സ്നേഹമാണെന്ന് കർത്താവ് തന്നെ യോഹന്നാന്റെ സുവിശേഷം 13:35 പറയുന്നുണ്ട്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുമെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയുമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ ദൈവമക്കളും പരസ്പരം എങ്ങനെ സ്നേഹിക്കണം? ഉറ്റ സ്നേഹിക്കണം. ആ സ്നേഹത്തിനൊരു ഭംഗം ഉണ്ടാകാൻ പാടില്ല. ഈ ലോകത്തിന്റെ എന്തെങ്കിലും ഒരു കാര്യം വന്നിട്ട് സ്നേഹം ഇല്ലാതാകുന്ന ഒരു പരിപാടി ദൈവമക്കൾക്കില്ല. അങ്ങനെ ഒരു ആത്മീയന് അങ്ങനെ ഒരിക്കലും ചിന്തിക്കാനും പറ്റിയില്ല. അപ്പോൾ ദൈവത്തിന്റെ സ്നേഹമാണ് നമ്മളെ ഭരിക്കേണ്ടത്. ആ സ്നേഹം ഒരിക്കലും തീർന്നു പോകാത്ത സ്നേഹമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ ചിന്തിക്കണം, ആ സ്നേഹമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നതെന്നല്ലേ. റോമാലേഖനം 5:5 എന്താ പറയുന്നത്? നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാവിനാൽ തന്റെ സ്നേഹത്തെ നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നു. അപ്പോൾ ചിന്തിക്കുക, വീണ്ടും ജനിച്ച ദൈവത്തിന്റെ ആത്മാവുള്ള ഒരു വ്യക്തിയിൽ എന്തുണ്ട്? ദൈവ സ്നേഹമുണ്ട്. അതിന്റെ ഉറവയുണ്ട്. അത് പറ്റാത്ത ഉറവയാണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് വീണ്ടും ജനിച്ച നമ്മളിൽ പുതിയ 7 കാര്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. ഈ 7 കാര്യങ്ങളും എൻ്റെ ജീവിതത്തിലുണ്ടോ എന്നാണ് വീണ്ടും ജനിച്ച് എന്ന് അവകാശപ്പെടുന്ന ഓരോ വിശുദ്ധനും മനസ്സിലാക്കേണ്ടത്. ഒന്ന് പരിശോധിച്ചറിയുക. എനിക്ക് ഇന്ന് ഞാൻ ഈ കേൾക്കുന്ന രീതിയിലുള്ള 7 കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ പുതിയതായിട്ട് എനിക്ക് നേടുവാൻ ലഭിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അവർ യഥാർത്ഥമായും രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നത് വെറും പച്ചക്കള്ളമായിരിക്കും. ഞാൻ ഒരിക്കൽ ആ 7 കാര്യവും ഒരിക്കൽ പറഞ്ഞു നിർത്തട്ടെ. 1 പുതുജീവൻ, 2 പുതുജീവിതം, 3 പുതിയ ഹൃദയം, 4 പുതിയ മനസ്സ്, 5 പുതിയ ആത്മാവ്, 6 പുതിയ മനുഷ്യൻ, 7 പുതിയ സ്വഭാവം. ഈ 7 കാര്യങ്ങൾ അത് വളരെ കൃത്യതയോടുകൂടി നിങ്ങൾ പരിശോധിക്കണം. എങ്ങനെയെങ്കിലും വഞ്ചിക്കപ്പെടരുതേ. ഒരേ ഒരു ജീവിതം, അത് ക്രിസ്തുവിന് വേണ്ടി നമ്മൾ ചെലവിട്ടാൽ നിത്യതയിൽ നമുക്ക് ഏറിയ നേട്ടമുണ്ടാവും. ഇല്ലെങ്കിൽ എന്നേക്കുമുള്ള നഷ്ടമായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ അറിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് നമുക്ക് നിത്യതയിൽ ദൈവത്താൽ നല്ലവനും വിശ്വസ്തനുമായിട്ടുള്ള എൻ്റെ ദാസനെ എന്നുള്ള വിളി കേൾക്കുവാൻ ഇടയാകണം. അതിന് ദൈവമായ കർത്താവ് ഈ വചനം കേട്ട എല്ലാവരെയും സഹായിക്കട്ടെ എന്നുള്ള ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടി ഇന്നത്തെ ഈ ചെറിയ സന്ദേശം ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവനാമം മാത്രം എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.